എൻ്റെ പേര് സിസ്റ്റർ ബ്രിട്ടോ. ഞാൻ ചെയ്യുന്ന ചികിത്സയുടെ പേര് സുജോക്കി എന്നാണ്. സുജോക്കി എന്ന് വെച്ചാൽ സു കൈ ജോ കാൽ കീ എനർജി, കൈയിൻ്റെ കാലിൻ്റെ എനർജി റെഗുലേഷനാണ് ഈ കൊറിയൻ ചികിത്സയിൽ നടക്കുന്നത്. അപ്പോൾ മരുന്നില്ലാത്ത ചികിത്സയാണ്. സാധാരണ മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന, കൈവേദന, കൈ പൊക്കാൻ വയ്യാത്തത്, ഇങ്ങനത്തെ അവസ്ഥകളെല്ലാം ഉണ്ടാകുന്നതിൻ്റെ കാരണം നമ്മുടെ ശരീരത്തിൻ്റെ അലൈൻമെൻറ്റ് വ്യത്യാസം വരുന്നതുകൊണ്ടാണ്. അപ്പോൾ ആ അലൈൻമെൻറ്റ് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളതാണ് ഞാനിവിടെ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. 4 ജോയിൻറ്റ്സാണ് നമുക്കുള്ളത്. 1, 2, 3, 4 നമ്മുടെ ബോഡിയുടെ. അപ്പോൾ ഈ 4 ജോയിൻറ്റിൻ്റെയും അലൈൻമെൻറ്റ് മാറുന്നതാണ് വേദന. അപ്പോൾ ഇവിടെ വേദന വന്നാൽ എക്സ്റേയിൽ കാണിക്കുന്നത് ഇവിടെ അകന്നു പോയി അടുത്ത് പോയി എന്ന് കാണിക്കുന്നു. അകന്നു പോയി അടുത്ത് ഇത് അപ്പോൾ കഴുത്ത് വേദനയും കൈവേദനയും എല്ലാം കാരണം, കൈ പൊക്കാൻ വയ്യാത്തെല്ലാം കാരണം ഇവിടുത്തെ അലൈൻമെൻറ്റ് പോയതുകൊണ്ടാണ്. ഇവിടെയാണെങ്കിൽ ഡോക്ടേഴ്സ് പറയും ഇവിടെ കംപ്രഷൻ ഓഫ് വെയിൻ എന്ന് പറയും. ഇവിടെയാണെങ്കിൽ മുട്ട് തേയ്മാനം അല്ലേ, ഇവിടെയും തേയ്മാനം എന്ന് പറയും. അപ്പോൾ ഈ 4 ജോയിൻറ്റിൻ്റെ അലൈൻമെൻറ്റ് മാറുന്നതാണ് വേദന. ഇപ്പോൾ ഈ പുള്ളിക്ക് കഴുത്തുവേദനയാണ്, കഴുത്തുവേദന ഇവിടെ ഈ ഭാഗം വേദനയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ ആളെ നേരെ കമത്തി കിടത്തുക. അപ്പോൾ വീട്ടിൽ ചെയ്യുന്നതും കൂടിയാണ്. കമത്തി കിടത്തിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ആൾ നേരെയാണോ എന്ന് നോക്കണം. അപ്പോൾ നേരെ ആക്കുന്നതെന്ന് വെച്ചാൽ കാല് ഇങ്ങനെ പിടിച്ചിട്ട് പതുക്കെ ഒന്ന് കുലുക്കിയിട്ടാൽ നേരെ കിട്ടും. ഈ വിരലെല്ലാം നോക്കേണ്ടത് വിരലിൻ്റെ ഈ മടക്ക് രണ്ടുമാണ്. അപ്പോൾ ഇത് കയറി ഇത് ഇറങ്ങിയായിരിക്കുന്നത് കേട്ടോ. ഇതാണ് ഈ സൈഡ് കയറിപ്പോയിന്നതിൻ്റെ അടയാളം. നമ്മൾ കാല് കണ്ടാലേ അറിയത്തുള്ളൂ. അപ്പോൾ ഈ സൈഡ് കയറിപ്പോയിന്ന് വെച്ചാൽ ഇത് ഹോൾ ബോഡി, തല വരെ കയറിയിട്ടുണ്ട്, ഇത്രയും കയറി. അപ്പോൾ അതാണ് ഈ വേദനകളുടെ കാരണം. ഇപ്പം മുട്ടിന് വേദനയായാലും ഇത് അകന്നു പോയി, ഈ വേദനയായാലും നടുവേദനയായാലും ഇതിവിടെ അകന്നു പോയി, ഇവിടെ ആയാലും അത് തന്നെ. അപ്പോൾ ഈക്വൽ അല്ലാത്തതാണ് വേദനയുടെ കാരണം. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് ഇത് കണ്ടുപിടിക്കേണ്ടത് ഇങ്ങനെയാണ്, ഏത് സൈഡാണ് കയറിപ്പോയി നോക്ക്. അപ്പം ഞാനിത് കറക്ഷൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. വീട്ടിൽ കറക്ഷനൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല മാറ്റമുണ്ട് കേട്ടോ. ഇങ്ങനെ കിട്ടുന്ന സ്ഥലത്താണ് ഇയാൾ കിടക്കേണ്ടത് ഒരു 15 ദിവസത്തേക്ക്. 15 ദിവസത്തേക്ക് ഈ സ്ഥാനം തെറ്റാതിരുന്നാൽ വേദന പോക്കും. സ്ഥാനം തെറ്റിയാൽ മാത്രമേ വേദനിക്കുള്ളൂ. അപ്പോൾ 15 ദിവസം എവിടെ കിടക്കണം എന്ന് എങ്ങനെയുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ചെയ്ത പോലെ ഈ കറക്ഷൻ നിങ്ങൾ വീട്ടിൽ ചെന്ന് ചെയ്യേണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ. ആളെ നേരെ കിടത്തി മുട്ടയെ പിടിക്കുന്നു, ഉപ്പിട്ട് 2 അടുപ്പിക്കുന്നു, അങ്ങോട്ട് നോക്കുന്നു. അത് 2 ഒപ്പം അല്ല എങ്കിൽ അവിടെ കിടക്കരുത്, സ്ഥാനം മാറി മാറി കിടക്കണം. അത് ഞാൻ അവിടെ കാണിച്ചു തരാം. നിങ്ങൾ വീട്ടിൽ ചെന്നതിന് ശേഷം വീട്ടിൽ എന്നാ ചെയ്യേണ്ടതാണ് ഞാൻ ഈ പറയുന്നത്. ഏത് റൂമിലാണോ നിങ്ങൾ കിടക്കാൻ ഉദ്ദേശിക്കുന്നത് ആ റൂമിൻ്റെ തറയിൽ തന്നെ ചെയ്യണം കേട്ടോ. കട്ടിൽ വലിയ കട്ടിലാന്ന് പറഞ്ഞ് കട്ടിൽ വരച്ചേക്കരുത്. തറയിൽ നേരെ ഒരു വര വരയ്ക്കുക. ഒരു കട്ടിലിടാവുന്ന നീട്ടത്തിൽ ഒരു വര വരയ്ക്കുക. എന്നിട്ട് ഒരു പ്ലസ്, ഒരു ഇൻറ്റു. അപ്പോൾ ഇത് 8 ഭാഗമായി. ഒരു പോയിന്റിന് 8 ഭാഗമായിട്ട് തിരിക്കുന്നു. ഈ 8ൽ ഒരു പോയിന്റിൽ മാത്രമേ ആ കാല് ഒന്നിച്ച് വരുന്ന ഇത് കാണിച്ചു തന്നില്ലേ, അത് കിട്ടുള്ളൂ. അത് എവിടെ കിട്ടുന്നതോ അതുവരെ കറങ്ങി നോക്കണം. അപ്പോൾ അതെങ്ങനെയാണ് കറങ്ങുന്നത്, എങ്ങനെ ചെയ്യുന്നതെന്നാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കാണിച്ചു തരാം. ഇവിടെ നിന്ന് ആദ്യം കിടക്കും. ഇവിടെ തലയ്ക്ക് വെച്ചിട്ട് അങ്ങോട്ട് കിടക്കുക. അപ്പോൾ വരയിൽ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് കിടന്നത് കൈ 2 സൈഡിൽ കിട്ടും. എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ട് ഈ ആളുടെ ബോഡി സ്ട്രെയിറ്റ് ആണോ നോക്കിയിട്ട് ഈ കാല് മുട്ട് 2ഉം പിടിച്ച് സ്ട്രെയിറ്റ് ആക്കിയ ശേഷം മുട്ട് പിടിക്കുന്നു, ഉപ്പിറ്റ് പിടിക്കുന്നു. നോക്കിയോ കേട്ടോ, ഇവിടേക്ക് എന്തായാലും പിടിക്കില്ലേ, ഇങ്ങോട്ട് നോക്കിയോ. ഇത് 2ഉം ഒപ്പമല്ല കണ്ടോ, ഇത് ശ്രദ്ധിക്കണേ. ഈ മടക്കാണ് നോക്കേണ്ടത്, വിരലുകളല്ല. 2 ഒപ്പമല്ലല്ലോ, ഇതാ കയറി ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കിടക്കരുത്, തെറ്റായ സ്ഥലമാണ്. സ്ഥലത്തിൻ്റേതല്ല, നമ്മുടെ ശരീരത്തിൻ്റെയാണത്. അപ്പോൾ അടുത്ത ലൈനിലേക്ക് മാറി കിടക്കുക. അങ്ങോട്ട് തന്നെ കറങ്ങിക്കോ. വീണ്ടും ഇതേ ചെക്കിങ്. നേരെ കിടത്തിയിട്ട് മുട്ടയെ പിടിക്കുന്നു, ഇത് 2ഉം ഒപ്പം അടുപ്പിച്ചിട്ട് നമ്മൾ ഇവിടെ പിടിക്കണം, അന്നേരം ഇവിടെ വിടാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇത് നോക്കണം, ഇതും വന്നിട്ടില്ല കണ്ടോ. അടുത്ത ലൈൻ തെറ്റായ സ്ഥലത്ത് കിടക്കരുത്.
തന്നെ വരും ഒരു സ്ഥലത്ത്. കൈ 2 സൈഡിലേക്ക് ഇട്ടേ, കൈ സൈഡിലേക്ക് ഇട്. എന്നിട്ട് ഈ കാല് രണ്ടും നോക്കിക്കോ, ഇങ്ങനെ പിടിച്ചിട്ട് മുട്ടയെ പിടിച്ചിട്ട് ഇത് ഇവിടെ പിടിച്ച് ഇപ്പം നോക്കിക്കോ, ഇത് രണ്ടും ഒപ്പം വന്നിട്ടുണ്ട്. സി ഒന്നില്ലേ, ഇങ്ങനെ രണ്ടും ഒപ്പം വരുന്ന ഒരു പോയിൻ്റേ ഉള്ളൂ. അപ്പോൾ എഴുന്നേറ്റോ കേട്ടോ, മതി കേട്ടോ. ഇത് കിട്ടുന്നവരെ കറങ്ങി കറങ്ങി നോക്കി ഏത് ലൈനിൽ കിട്ടിയോ ആ ലൈനിൽ അടയാളപ്പെടുത്തിയിട്ട് എഴുന്നേറ്റോ. അപ്പോൾ ഇതാണ് ഡയറക്ഷൻ. തെക്കും വടക്കൊന്നും നോക്കിയേക്കരുത്, എവിടെ കിട്ടിയോ അവിടെയാണ് കിടക്കേണ്ടത്. ഈ ലൈനാണ് കറക്റ്റ്, കാല് രണ്ടും ഒപ്പം വന്ന സ്ഥലം. അവിടേക്ക് പായിടുക, പായിട്ട് കിടക്കണമെങ്കിൽ പായിടാം. ഇത് മാറ്റിയിട്ട് ഇങ്ങോട്ട് വെച്ചു. ഇതാ ഇപ്പം ഇതാണ് പൊസിഷൻ. തല ഇവിടെയായിരുന്നതുകൊണ്ട് തലയണ ഇവിടെയാണ് വയ്ക്കേണ്ടത്. കാല് ഉള്ളിടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തലയണ മാറ്റി വയ്ക്കരുത്. ഇവിടെ എങ്ങനെ വേണേൽ കിടക്കാം, തിരിഞ്ഞോ മറിഞ്ഞോ കമ്മോ ചുരുണ്ടോ എങ്ങനെ വേണേൽ കിടക്കാം. ഇനി പായിലും കിടക്കാം, അല്ലെങ്കിൽ കട്ടിൽ വേണമെങ്കിൽ സിംഗിൾ കോട്ട് മാത്രം ഉപയോഗിക്കാവുള്ളൂ, ഡബിൾ കോട്ട് ഇടരുത്. ഡബിൾ കോട്ട് ഇടുമ്പോൾ പ്രശ്നം എന്നാന്ന് വെച്ചാൽ നിങ്ങൾ ഒരു സൈഡിലേക്കോ അല്ലെങ്കിൽ ഈ സൈഡിലേക്കോ മാറി കിടക്കും. അപ്പോൾ സെൻറ്റർ വരില്ല, പൊസിഷൻ ശരിയായിരിക്കില്ല. അതുകൊണ്ട് സിംഗിൾ കോട്ട് ഇടാം. ഇനി ആ കട്ടിലിൽ ബെഡ് ഉപയോഗിക്കാം, തലയണ ഉപയോഗിക്കാം, എങ്ങനെ വേണേൽ തിരിഞ്ഞോ മറിഞ്ഞോ കമ്മോ ചുരുണ്ടോ എങ്ങനെ വേണേൽ കിടക്കാം, അത് കുഴപ്പമില്ല. പക്ഷെ അവിടെ മാത്രമേ കിടക്കാവുള്ളൂ. നിങ്ങൾ ഒരു 15 ദിവസത്തേക്ക് എപ്പോൾ കിടന്നാലും, പകൽ കിടന്നാലും രാത്രി കിടന്നാലും അരമണിക്കൂർ കിടന്നാലും 5 മിനിറ്റ് കിടന്നാലും ഇവിടെ മാത്രമേ കിടക്കാവുള്ളൂ. വേറെ കട്ടിൽ, സെറ്റി, സോഫ, ദിവാൻ കോട്ട്, ചാരുകസേര, ഈ ചാരുള്ള ചെയർ ഇതൊന്നും ഇരിക്കാൻ പാടില്ല. ഇരിക്കുന്നത് സ്റ്റൂളയിൽ, കിടക്കുന്നത് ഇവിടെ. ഇതാണ് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട കാര്യം. ഇനി എന്തെങ്കിലും ഇവിടെ കിടന്ന് വേദന തോന്നുവാണെങ്കിൽ, അതായത് വേറെ ഇരിക്കാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് നല്ല ശ്രദ്ധിക്കാതെ എവിടെയെങ്കിലും ചാരി ഇരിക്കുകയോ കിടക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ പോയിരുന്ന് എങ്ങനെ നമ്മൾ അറിയുന്നത്? ഇവിടെ വന്ന് കിടക്കുമ്പോൾ അറിയാം. ഇവിടെ വന്ന് കിടക്കുമ്പോൾ നിങ്ങൾക്ക് വേദന ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് പോയി, സ്ഥാനം പോയി, അതുകൊണ്ടാണ് വേദനിക്കുന്നത്. അപ്പോൾ എന്നാ ചെയ്യണ്ടേ? വീണ്ടും ഇത് മാറ്റിയിട്ട് വീണ്ടും കിടക്കുക. വീണ്ടും കിടന്നിട്ട് ഇവിടെ കിടന്നിട്ട് ശരിയായില്ലെങ്കിൽ അടുത്ത ലൈനിൽ കിടക്കുക. ഇപ്പോൾ ഇവിടെയല്ലയോ കണ്ടുപിടിച്ച സ്ഥലം, ഇത് തെറ്റാണെങ്കിൽ വേദന വന്നാൽ അടുത്ത ലൈനിൽ കിടക്കുക, അല്ലെങ്കിൽ അടുത്ത ലൈനിൽ കിടക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഏത് ലൈനിൽ വീണ്ടും കിട്ടുന്നോ, 2 വര ഒന്നിച്ച് കിട്ടുന്നോ ആ സ്ഥലത്തേക്ക് മാറ്റി ബെഡ് ഇടണം, കട്ടിലിടണം. അതാണ് ചെയ്യേണ്ടത്. ഇനി കുഞ്ഞ് എന്ത് പണിയും ചെയ്യാം ഫ്രണ്ടിലേക്ക്, പക്ഷെ ബാക്കിലേക്കോ സൈഡിലേക്കോ ഇങ്ങനെ പോകരുത്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ബോൾ ഇവിടുന്ന് മാറും, അത് സ്ലിപ്പായി പോകും. അതുകൊണ്ടാണ് ഇരിക്കുന്നതും കിടക്കുന്നതും മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇരിക്കുന്നത് സ്റ്റൂളയിൽ ഇരിക്കുന്ന പോലെ എവിടെ വേണം ഇരിക്കാം, ചാരി ഇരുന്നാൽ പോകും. അപ്പം ഇത്രയും ശ്രദ്ധിക്കാനേ ഉള്ളൂ. പക്ഷെ ഇത് ശ്രദ്ധിക്കണം, തെറ്റായ സ്ഥലത്ത് ഒരിക്കലും കിടക്കരുത്. അതായത് വേദന തോന്നിയാൽ അതിൻ്റെ അർത്ഥം അത് തെറ്റിപ്പോയത് കൊണ്ട് മാത്രമേ വേദനിക്കുന്നത്. അപ്പോൾ വീണ്ടും ചെക്ക് ചെയ്തോണം. ഇപ്പോൾ ചെക്ക് ചെയ്യുന്ന നമുക്കറിയാമല്ലോ, വീണ്ടും ചെക്ക് ചെയ്ത് എവിടെ വീണ്ടും കിട്ടുന്നോ ആ സ്ഥലം കണ്ടുപിടിച്ച് അങ്ങോട്ട് മാറ്റിയിട്ട് കൊടുക്കുക. അതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് തന്നെ ഒരാൾ വരണം എന്ന് പറഞ്ഞതിൻ്റെ കാരണം. എന്നാൽ ആ ഈസി അത് മാറ്റി കൊടുക്കാൻ എളുപ്പമുണ്ടാവും. 15 ദിവസത്തേക്ക് ഈ കിടന്ന സ്ഥലത്ത് കിടന്നിട്ട് നിങ്ങൾക്ക് വേദന ഇല്ല എങ്കിൽ പിന്നെ മാറി, 15 ദിവസം വേദന ഇല്ലെങ്കിൽ മാറി കിടക്കാം, പഴയ വീട്ടിൽ പോകാം, ചാരി ഇരിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഈ 15 ദിവസത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വേദന തോന്നുവാണെങ്കിൽ പിന്നെ ഇവിടെ കിടന്നേക്കരുത്. അത് തെറ്റിപ്പോയത് കൊണ്ടാണ് വേദനിക്കുന്നത്. അപ്പോൾ ഉടനെ വീണ്ടും വരച്ച്, ഇതുപോലെ തന്നെ വരച്ച് മാറിക്കിടന്ന് സ്ഥാനം വീണ്ടും കണ്ടുപിടിച്ച് അവിടേക്ക് മാറ്റിപ്പെട്ടിടണം. 15 ദിവസത്തേക്ക് സൂക്ഷിച്ചാൽ മതി. ഇവിടെ ഈ പറഞ്ഞ സ്ഥലത്ത് എങ്ങനെ വേണം കിടക്കാം, തിരിഞ്ഞോ മറിഞ്ഞോ കമ്മോ ചുരുണ്ടോ എങ്ങനെ വേണം കിടക്കാം. തല മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റരുത്. ഇത് 2 വ്യത്യാസമായിരിക്കും. അതുകൊണ്ടാണ് തല എവിടെ കിട്ടിയോ എവിടെ വെച്ചോ അവിടെ ആയിരിക്കണം തല വയ്ക്കേണ്ടത്. സ്ഥാനം മാറിപ്പോയോ നമുക്ക് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ ഇറങ്ങിയ സൈഡ് വേദനിക്കും, നീര് വരും. അപ്പോൾ ആ നീര് കളയാനായിട്ട് ക്യാബേജ് വാങ്ങിച്ചിട്ട് ക്യാബേജിൻ്റെ ഇതളടത്തിയെടുക്കുക. അത് നല്ലപോലെ വെള്ളത്തിലേക്ക് ഉപ്പോ മഞ്ഞളോ ഇട്ട് കഴുകുക, കഴുകിയെടുത്ത് വയ്ക്കുക. രാത്രി കിടക്കാൻ നേരത്ത് അത് അപ്ലൈ ചെയ്യുക. അതായത് വെച്ച് പേപ്പർ പ്ലാസ്റ്റർ വെച്ച് ഒട്ടിച്ച് വെച്ചാൽ മതി. അപ്പം മിക്കവാറും ഒരു സൈഡാണ് ഇറങ്ങിയത്, ഈ സൈഡ് കയറിപ്പോയെങ്കിൽ ഈ സൈഡ് ഇറങ്ങി. അപ്പോൾ ഇറങ്ങിയോടത്താണ് നീർക്കെട്ട് വരിക. അപ്പോൾ ഈ തോൾ തുടങ്ങി ടെക്സ്റ്റിൻ്റെ താഴെ വരയ്ക്കും അല്ലെങ്കിൽ മുട്ടിന് ഒക്കെ നീര് വരേണ്ട കാരണം അതാണ്. ഒരു സൈഡ് കയറി ഇറങ്ങി പോകുന്നത്. ആ നീരിന് പോകാനായിട്ട് 8 മണിക്കൂർ വീതം ഒരാഴ്ചത്തേന്
ക്യാബേജ് വെച്ചാൽ മതി. രാത്രി വെച്ച് കൊടുക്കുക, കാലത്ത് അത് എടുത്ത് കളയാം. അങ്ങനെ ചെയ്താൽ നീർക്കെട്ട് പൊക്കോളും. എനർജി ബ്ലോക്ക് കൊണ്ടുണ്ടാകുന്ന വേദനകൾ മാത്രമല്ല, മൈഗ്രെയിൻ, വേരിക്കോസ്, തൈറോയിഡ്, ഇങ്ങനത്തെയുള്ള അസുഖങ്ങളും മിക്കവാറും എല്ലാ അസുഖങ്ങളും നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. ഇപ്പോൾ പല വിധത്തിലുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്. നീഡിൽ ട്രീറ്റ്മെൻ്റ് ഉണ്ട്, സീഡ് ട്രീറ്റ്മെൻ്റ് ഉണ്ട്, ലീഫ് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം മൈഗ്രെയിന് 4 ദിവസം അടുപ്പിച്ച് വരണം. അതുപോലെ തന്നെ 4 ദിവസം വേരിക്കോസിൻ്റെ പ്രശ്നമുള്ളവർ 4 ദിവസം ഇവിടെ അടുപ്പിച്ച് വരേണ്ടതാണ്. അതായത് അതിന് ബ്രേക്ക് ഇടരുത്, ഇടയിൽ നിർത്തിയിട്ട് പിന്നെ ചെയ്യാം, അങ്ങനെയില്ല, ചെയ്യണം. വേരിക്കോസിന് വീട്ടിൽ പോയിട്ട് അവിടുന്ന് തെങ്ങിൻ്റെ ഓല ഉപയോഗിച്ചൊരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അത് കുറേ അധികം നാൾ ചെയ്യേണ്ടതാണ്. അതൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രമേ അതിന് വരാവുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ 2 മാസമായിട്ട് ഞാനിവിടെ എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ള നോർത്ത് പരവൂരിലെ വടക്കമ്പുറം SMMI കോൺവെന്റിലാണ്. വടക്കമ്പുറം പാലിയം റോഡിലെ കൈരളി സ്റ്റോപ്പിലാണ് ഈ SMMI കോൺവെന്റ്. 9 തുടങ്ങി 12 വരെയാണ് ഞാൻ കാണുന്ന സമയം. സൺഡേസ് ഇല്ല, ഉച്ച കഴിഞ്ഞും ഇല്ല. എൻ്റെ ഫോൺ നമ്പർ 9539349033. നമ്മുടെ ശരീരത്തിലുള്ള എനർജി റെഗുലേഷനാണ് ചെയ്യുന്നത്. മരുന്നില്ലാത്ത ഒരു ചികിത്സയാണ്. തനിയെ വരരുത്, കൂടെ ആളുണ്ടായിരിക്കണം. കാരണം വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾ ഇത് സ്ഥാനം നോക്കി കിടക്കേണ്ടതുണ്ട്. അപ്പം ഏത് വേദനയാണെങ്കിലും, ബാക്ക് പെയിനോ, മുട്ടുവേദന, നെക്ക് പെയിൻ, കൈപൊക്കാൻ വയ്യാത്തത്, അങ്ങനെ എന്ത് അസുഖമാണെങ്കിലും ഞാൻ കറക്ഷനാണ് ചെയ്യുന്നത്. എനർജി കറക്ഷനാണ്. മെഡിസിൻ ഇല്ലാത്ത ട്രീറ്റ്മെൻറ്റാണ്. അതുപോലെ തന്നെ മൈഗ്രെയിൻ, തൈറോയിഡ്, വേരിക്കോസ് വെയിൻ, അതിനെല്ലാം 4 ദിവസം അടുപ്പിച്ച്, അത് നീഡിൽ ട്രീറ്റ്മെൻറ്റാണ്. അതുകൊണ്ട് 4 ദിവസം ഇവിടെ വരണം.